ഇനി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമുക്കിപ്പം ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡിൽ നിന്നും ഊസ് ഔട്ട് ചെയ്ത ആ ഒരു ഫിൽട്രേറ്റ് പുറത്തേക്ക് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. റഫ്ലി പറയുമ്പം ഒന്നാമത്തേത് ഗ്ലോമറുലാർ ക്യാപ്പിലറി പ്രഷർ കൂടി. അങ്ങനെ കൂടാൻ കാരണം എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എഫറൻ്റ് ആർട്ടീരിയലിലും അഫറൻ്റ് ആർട്ടീരിയലും ഇത് പറയുമ്പം ഇഫറൻറ്റിൻ്റെ ഒരു തിക്നെസ് ഡയമീറ്റർ എന്ന് പറയുമ്പം അഫറൻറ്റിനേക്കാളും കുറച്ച് കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതെന്തിനെ എൻഹാൻസ് ചെയ്യും? പ്രഷറിനെ എൻഹാൻസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോമറുലാർ ക്യാപ്പിലറി പ്രഷർ കൂടി എന്ത് സംഭവിക്കും? ഉള്ളിലുള്ള ലിക്വിഡ് പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്തോളും. ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ ആൻഡ് സൊല്യൂട്ട് ലെസ് ദാൻ 4 നാനോമീറ്റർ ആർ ഫോഴ്സ് ടു മൂവ് ഔട്ട് ഓഫ് ദി ക്യാപ്പിലറി. ഈ പ്രഷർ കാരണം വെള്ളത്തിനും അതുപോലെ തന്നെ 4 നാനോമീറ്ററിനേക്കാളും ചെറുതായിട്ടുള്ള സൊല്യൂട്ട്സിനെല്ലാം പുറത്തേക്ക് പോകാൻ ഫോഴ്സ്ഡ് ആവുകയാണ്. ഇതെന്തിനെ എൻഹാൻസ് ചെയ്യും? ഫോർമേഷൻ ഓഫ് ദി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ, ഇനി റഫ്ലി ടോട്ടൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോർ എ ഡേ, ഒരു ദിവസം എത്ര ഫിൽട്രേഷൻ ഉണ്ടാക്കും? അത് 180 ലിറ്റർ ഉണ്ടാക്കും. ഇതിൽ എത്ര റീഅബ്സോർബ് ചെയ്യും? 170 to 179 ലിറ്റർ റീഅബ്സോർബ് ചെയ്യും. എത്ര പുറത്തേക്ക് യൂറിനായിട്ട് പോകും? 1 to 2 ലിറ്റർ. കഴിഞ്ഞു. ഇനി ഫാക്ടേഴ്സ് ഫേവറിങ്, ഈ ഫിൽട്രേഷന് ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഫിൽട്രേഷൻ. ഇനി നോക്കിക്കോളി. മോർ പെർമിയബിലിറ്റി ഓഫ് ഫസ്റ്റ് പോയിന്റ്, മോർ പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ കാപ്പിലറി ദാൻ അതർ കാപ്പിലറി ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബോഡി. അതായത് ഇവിടെയുള്ള ഗ്ലോമറുലസിൻ്റെ ഉള്ളിലുള്ള ഈ കാപ്പിലറികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് മോർ പെർമിയബിലിറ്റി ഉണ്ട്. ആരെക്കാളും പുറത്തുള്ള ശരീരത്തിൻ്റെ വേറെ ഭാഗത്തുള്ള കാപ്പിലറിയേക്കാളും ഈ ഗ്ലോമറുലസിൻ്റെ ഉള്ളിലുള്ള ഗ്ലോമറുലാർ കാപ്പിലറികൾക്ക് ഒരല്പം കൂടുതൽ പെർമിയബിലിറ്റി ഉണ്ട്. അപ്പോൾ ദ പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ കാപ്പിലറി ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി കാപ്പിലറി പ്രസൻറ്റ് ഇൻ ദ അതർ പാർട്ട് ഓഫ് ദി ബോഡി. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ദാറ്റ് ഫേവേഴ്സ് വാട്ട്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. സെക്കൻഡ് പോയിന്റ്, ഡ്യൂ ടു ദ ലാർജ് സർഫസ്. അതിപ്പം നമ്മൾ പടം കണ്ടാൽ തന്നെ അറിയാം. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വെസൽസ് എന്ന് പറഞ്ഞാൽ കുറേ ചുറ്റിപ്പഴഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? കുറേ ഫോൾഡിംഗ് ഉണ്ട്. ആ ഫോൾഡിംഗ് എന്ത് കൂട്ടും? സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടി എന്ത് കൂടിക്കോളും? ഫിൽട്രേഷൻ കൂടിക്കോളും. രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. 3, ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ ഈസ് വെരി ഹൈ. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. ഇഫറൻ്റ് ആർട്ടീരിയോളുടെ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് അഫറൻറ്റിനേക്കാളും എന്താണ്? കുറവാണ്. അപ്പോൾ ദാറ്റ് എൻഹാൻസസ് വാട്ട്? ആ പ്രഷർ എന്ത് ചെയ്യും? ഫിൽട്രേഷനെ എൻഹാൻസ് ചെയ്യും. അപ്പം ഒരു റെസിസ്റ്റൻസ് വരികയാണ്, പുറത്തേക്ക് പോകാനുള്ളൊരു തടസ്സം വരികയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. അപ്പം ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ ഈസ് വെരി ഹൈ, ദാറ്റ് എൻഹാൻസസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇനി അടുത്തത്, ഇങ്ങനെ ഇപ്പം ഫിൽട്രേഷൻ നടന്നു വിചാരിച്ചോ. ഇപ്പം അഫറൻറ്റ് വഴി ബ്ലഡ് വന്ന് ഇഫറൻറ്റ് എത്തിയും വിചാരിക്കുക. ഇവിടെ വരെ അഫറൻറ്റും ഇവിടെ ഒരു ഇഫറൻറ്റ് വിചാരിച്ചോ. അഫറൻറ്റിൽ നിന്ന് കുറേ സാധനം പുറത്തേക്ക് പോയില്ലേ. അപ്പം ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടറും അത്യാവശ്യം സൊല്യൂട്ട്സും പോയി. ഇവനെന്തായി? കുറച്ച് വിസ്കസ് ആയില്ലേ, വിസ്കോസിറ്റി കൂടിയുണ്ടാവും. ഇഫറൻറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ വെസൽസിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് കുറച്ച് കട്ടി വിസ്കോസിറ്റി. ഇപ്പം വെള്ളവും എണ്ണ എടുക്കുകയാണ്, എണ്ണയ്ക്ക് വിസ്കോസിറ്റി കൂടുതലാന്ന് പറഞ്ഞ മാതിരി എഫറൻറ്റിൽ ഉണ്ടായിരുന്ന ബ്ലഡിനേക്കാളും വിസ്കോസിറ്റി കൂടുതലായിരിക്കും ഇഫറൻറ്റിലുള്ള ബ്ലഡിന്. അപ്പോൾ വിസ്കോസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലോ റേറ്റ് കുറയും. അതായത് ഒരു റെസിസ്റ്റൻസ് വരും. ആ തടസ്സം, ഒരു ഒഴുക്കിനൊരു തടസ്സം വരും. ആ തടസ്സവും എന്തിനു സഹായിക്കും? ഈ പറഞ്ഞ ഗ്ലോമറുലാർ ഫിൽട്രേഷന് സഹായിക്കും. ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്തേക്ക് ഫിൽട്രേഷൻ്റെ റേറ്റ് കുറയും. ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാലോ ഫിൽട്രേഷൻ എടുക്കാൻ സമയം കൂടുമ്പോൾ പുറത്തേക്ക് വന്നോളും. ഓക്കെ, സിൻസ് പ്ലാസ്മ ഈസ് ഫിൽട്ടേർഡ് ഔട്ട്, ബ്ലഡ് ഇൻ ദ ഇഫറൻറ്റ് ആർട്ടീരിയോൾ ബിക്കം മോർ വിസ്കസ്. അപ്പോൾ അതെന്ത് ചെയ്യും? ദാറ്റ് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ്. അതെന്ത് ചെയ്യും? ദാറ്റ് എൻഹാൻസസ് ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇത്രയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പറയാൻ. ഇനിയാണ് GFR പ്രോപ്പർ. അപ്പം GFR പ്രോപ്പറിൽ വരാം. GFR എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അതായത് എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ഓൾ നെഫ്രോൺസ് ഓഫ് ബോത്ത് കിഡ്നി. 2 കിഡ്നി ഉണ്ട്. ബോത്ത് കിഡ്നി പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 2 കിഡ്നിയും കൂടി ടോട്ടലായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന മൊത്തം ഫിൽട്രേറ്റിൻ്റെ കണ്ടൻറ്റ് എത്രയാണോ അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അത് പെർ മിനിറ്റിലാണ് പറയാം. എത്രയാണ്? 125 ml പെർ മിനിറ്റ്. ദ GFR ഈസ് ഈക്വൽ ടു 125 ml പെർ മിനിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് GFR. ഏതൊക്കെ ഫാക്ടേഴ്സ്? അത് കുറച്ച് ഡെപ്തായിട്ട് നോക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് GFR. 1, നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ എന്താണെന്ന് പറയാം. അടുത്തത് പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ മെംബ്രെയിൻ. ആ മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി എന്താണെന്ന് നോക്കണം. ഗ്ലോമറുലാർ മെംബ്രെയിൻ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ. അടുത്തത് സർഫസ് ഏരിയ. 4 ഏജ്. ഈ 4 എണ്ണം ഉള്ളൂ. ഇതിൽ മെയിൻ സാധനമാണ് ഒന്നാമത് നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ. ഇതായിരിക്കും കുറച്ച് ആൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. നോക്കിക്കോളി. ദ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഫിൽട്രേഷന് അവിടെ എൻഹാൻസ് ചെയ്യാനോ ഡിപ്രസ് ചെയ്യാനോ അവിടെ ഉണ്ടാകുന്ന മൊത്തം പ്രഷർ എത്രയാണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഫിൽട്രേഷൻ നടന്നു അർത്ഥം, നെഗറ്റീവ് ആണെങ്കിൽ നടന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ഫിൽട്രേഷൻ അക്രോസ്
ഗ്ലോമറുലാർ മെംബ്രെയിൻ ഡിപ്പെൻഡ് അപ്പോൺ 4 പ്രഷർ, മൊത്തം 4 പ്രഷറിനെ ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഒരു ഗ്ലോമറുലാർ മെംബ്രെയിൻ, ഈ എൻഡോത്തീലിയവും ഇത് ഗ്ലോമറുലാർ മെംബ്രെയിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഈ മുകളിൽ കാണുന്ന ലെയർ ഇത് എൻഡോത്തീലിയവും താഴെയുള്ളത് ഗ്ലോമറുലാർ മെംബ്രെയിൻ ആണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആ ഒരു ഫിൽട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 പ്രഷറിനെയാണ്. തുടക്കത്തിൽ നമ്മൾ സ്റ്റാർലിംഗ് ഫോഴ്സ് പറഞ്ഞ ആ പ്രഷർ തന്നെ ഇവിടെ വരുന്നത്. ഈ 4 പ്രഷറിൻ്റെയും ഒരു നെറ്റ് എഫക്റ്റാണ് ഈ പറഞ്ഞ ഫിൽട്രേഷനെ സഹായിക്കുക. അതിൽ 2 പേര് ഫിൽട്രേഷനെ പ്രൊമോട്ട് ചെയ്യും, 2 പേര് ഫിൽട്രേഷനെ തടയും. 2 പേര് എന്ത് ചെയ്യും? ഫിൽട്രേഷനെ പ്രൊമോട്ട് ചെയ്യും, 2 പേര് ഫിൽട്രേഷനെ തടയും. ആ 2 പ്രൊമോഷൻ ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്ന് ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ പറ്റി പറഞ്ഞു. അപ്പം ഈ വെസൽസിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ആ എൻഡോത്തീലിയത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ആ പ്രഷർ എന്താ ചെയ്യുക? ഇവന്മാരെന്താ ചെയ്യുന്നത്? പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഫിൽട്രേഷനെ എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ 2 പ്രഷർ, ഒന്നാമത്തെ ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അവനെന്താണ്? പ്രൊമോഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഓക്കെ, ഒന്നാമത്തെ ആൾ. ഇനി TCOP, ട്യൂബുലാർ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇത് ട്യൂബുലാർ എന്ന് പറയുന്നത്, നമ്മൾ ട്യൂബ്യുലാർ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആലോചിക്കുന്നത് അത് PCT DCT ആ ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്. ഈ TCOP അവിടെ നിൽക്കട്ടെ, അത് കുറച്ച് കണ്ട് പറയാം. ഓക്കെ, ഇനി 2 പ്രൊമോഷൻ ഉണ്ട്. ഒന്ന് ട്യൂബുലാർ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷറും അടുത്തത് ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. 2 പേര്. ഇനി ഡിപ്രസ് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. 2 പേര് ഇൻഹിബിറ്റ് ചെയ്യും. അതാരൊക്കെയാണ്? ഒന്ന് ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും മറ്റേത് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ശ്രദ്ധിച്ചു കേട്ടോ, ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതിന് മുൻപ് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ പറയാം. എന്താണ് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷർ ഇല്ലേ, അതായത് ബ്ലഡിൻ്റെ ഉള്ളിലുള്ള ആൽബുമിൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആ എക്സേർട്ട് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ. അവന്മാരെന്താ ചെയ്യുക? ഇൻട്രസ്റ്റീഷ്യത്തിലുള്ള വെള്ളത്തിനെ ഉള്ളിലേക്ക് വലിക്കും. ആ വലിയാണ് ഇവിടെ. അതാണ് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, the pressure required to prevent the net movement of water into a solution containing, അത് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ പക്ക അതാണ്. the pressure required to prevent the movement of water into a solution containing solutes when solution are separated by a semi permeable membrane. ഇത് +2 എന്താ പറയുക ഡെഫിനിഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കഥ തന്നെ. അതായത് ബ്ലഡിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവന്മാർ എന്ത് ചെയ്യും? അവന്മാരുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ മാനേജ് ചെയ്യാൻ വേണ്ടി പുറത്തുള്ള വെള്ളത്തിനെ ഉള്ളിലേക്ക് വിളിക്കും. ആ ഒരു വലിയ ആ പ്രഷർ, ഉള്ളിലേക്കുള്ള ആ പ്രഷറിനെയാണ് എന്ത്? ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, പുറത്തുള്ള ആളെ ഉള്ളിലേക്ക് വലിക്കുക. നമുക്കിപ്പോൾ നിലവിൽ എന്താ ചെയ്യേണ്ടത്? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള ആൾ പുറത്തേക്ക് പോകണം, അതിനെ തടയും. എന്ത്? ഈ പുറത്തുള്ള ആൾ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്യും. ഇനി 2ാമത്തെ ആൾ ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഉദാഹരണം, കുറച്ച് ഫിൽട്രേഷൻ നടന്ന് കുറച്ച് ഫിൽട്രേറ്റ് പുറത്തെത്തിയും വിചാരിച്ചു. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ആ ട്യൂബുലാർ പാർട്ടിലേക്ക് ക്യാപ്പിലറിൽ നിന്നും പുറത്തേക്ക് കുറച്ച് ഫിൽട്രേറ്റ് എത്തി വിചാരിച്ചു. ആ എത്തിയവർ ഈ വാളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും ഉള്ളിലേക്ക്. ഇനി ആൾക്കാരൊന്നും വരണ്ട, നമ്മൾ പോയാൽ മതി. ഇപ്പം ഒരു എന്താ പറയുക, ഇതാ ഇവിടെ നിന്ന് ബ്ലഡ് ക്യാപ്പിലറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇവിടെ കുറച്ച് ഫ്ലൂയിഡ് എത്തി വിചാരിച്ചു, ഫിൽട്രേറ്റ് എത്തി വിചാരിച്ചു. ഈ ഫിൽട്രേറ്റ് എന്താക്കും? ഇനി ഫർദർ ആരും വരണ്ട, ഞങ്ങൾ മതി എന്നുള്ളൊരു തോന്നൽ അവിടെ നിൽക്കും. ആ ഉണ്ടാക്കുന്ന അവർ ഈ പറഞ്ഞ പുറത്തേക്ക് എത്തിയ ഫിൽട്രേറ്റ് ഉള്ളിലേക്ക് കൊടുക്കുന്ന പ്രഷറാണ് എന്ത്? ക്യാപ്സുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇത്രയും ഓക്കെയാണേ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ TCOP, അതായത് ട്യൂബുലാർ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. നമ്മളിപ്പോൾ ആരൊക്കെ പറഞ്ഞു? 2 ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും ട്യൂബുലാർ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ബ്ലഡ് എവിടെ പറഞ്ഞതാ? ക്യാപ്പിലറിൻ്റെ ഉള്ളിലുള്ളതാ. ട്യൂബുലാർ എവിടെയുള്ളതാ? ഇവിടെ ഉള്ളതാ. എവിടെ? ട്യൂബുലാർ പാർട്ടിൽ. ഇത് ട്യൂബുലാർ പാർട്ടല്ലേ? ട്യൂബുലാർ പാർട്ടിലുള്ള പ്രഷറാണ് എന്ത്? TCOPയും. ബ്ലഡിൻ്റെ ക്യാപ്പിലറി ഉള്ളിലാണ് BCOPയും. ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും ട്യൂബുലാർ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ഈ ഓസ്മോട്ടിക് പ്രഷർ ആരാ കൊടുക്കുന്നത്? പ്രോട്ടീൻസ് അല്ലേ? ഇവിടെ പ്രോട്ടീൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവനുണ്ടാവുമോ? ഇല്ല. ട്യൂബ്യൂൾസിലേക്ക് പ്രോട്ടീൻ കടക്കൂലല്ലോ. പ്രോട്ടീൻ ഇംപെർമിബിൾ അല്ലേ? പ്രോട്ടീൻസ് നമ്മൾ കടത്തുന്നേ ഇല്ല. വളരെ നെഗ്ലിജിബിളാണ് പ്രോട്ടീൻസ്. ആൽബുമിൻ ആരും എന്താവില്ല, ക്യാപ്പിലറി വിട്ട് ആരും ട്യൂബ്യൂൾസിലേക്ക് ഒരു പ്രോട്ടീനും വരില്ല. അപ്പം ട്യൂബ്യൂൾസിൽ ആരും പ്രോട്ടീൻസ് ഉണ്ടോ? ഇല്ല. പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ ആ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ TCOP ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ഇനി ഇവരുടെ വാല്യൂ ഒന്ന് നോക്കിക്കോളെ.
ഈ പറഞ്ഞ ഒന്നാമത്തെ ആൾ ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഫസ്റ്റ് പറഞ്ഞ പ്രഷർ, അവൻ്റെ വാല്യൂ വരിക 60 mmHg. നമ്മൾ റഫ്ലി എടുക്കുക 55 mmHg എന്ന് പറഞ്ഞാൽ എടുക്കുക. TCOP ഞാനിപ്പോൾ പറഞ്ഞു ട്യൂബുലാർ കാപ്പിലറി ഓസ്മോട്ടിക് പ്രഷർ, ഇവനുണ്ടാകുമോ ഇല്ല. അപ്പോൾ എന്താണ് നെഗ്ലിജിബിൾ 2. ഇനി മൂന്നാമത്തത് ഇൻഹിബിറ്റ് ചെയ്യുന്ന രണ്ടാൾക്കാർ. ഒന്നാമത്തെ തരം ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണ് വാല്യൂ വന്നേ 25 mmHg. ഓക്കെ. ഇനി ക്യാപ്സുലർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എത്രയാണ് 15 mmHg. എന്നൊക്കെ റിട്ടേൺ വാല്യൂസാണ്. ഇപ്പോൾ കഥയല്ലേ ഏകദേശം ആയില്ലേ. ഇനി ഒന്നാമത്തെ ആൾ ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 55 mmHg. ഇനി ക്യാപ്സുലർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 15 mm. പിന്നെ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ 2 വാല്യൂ ഉണ്ട്, ഒന്ന് കയറുമ്പോഴും ഒന്ന് ഇറങ്ങുമ്പോഴും. അതായത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അഫറൻ്റ് ആയിട്ടുള്ള എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ 25 ലീവ് ചെയ്യുന്ന സമയത്ത് 35 അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് 30 എടുത്ത്. ഓക്കെ. അപ്പം ഇവിടെ നമുക്കറിയാം ഈ പറഞ്ഞ കൊളോയിഡൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കൊളോയിഡൽ അല്ല ക്യാപ്സുലർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും ഇവർ 2 പേരും എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ GFRനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 കൂട്ടി എത്ര കിട്ടും 45 കിട്ടും. ഇനി ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറില്ലേ മുകളിൽ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾ അവൻ എത്രയാണ് 55 എടുക്കാനാണ് പറഞ്ഞത്. ഇനി നെറ്റ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ എന്ന് പറയുമ്പം ഈ പറഞ്ഞ എൻഹാൻസ് ചെയ്യുന്ന എത്രയാണോ മൈനസ് ഡിപ്രസ് ചെയ്യുന്ന എത്രയാണോ അത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ കിട്ടും. നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ ഫേവറിങ് പ്രഷർ മൈനസ് എന്താ പറയുക ഡിപ്രസിങ് പ്രഷർ. ഫേവറിങ് ആരൊക്കെയാണ് ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ട്യൂബുലാർ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ഇവർ 2 പേരും ഫേവർ ചെയ്യും അല്ലേ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളാനുള്ള തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇനി ഡിപ്രസ് ചെയ്യുന്ന ആരൊക്കെയാണ് കൊളോയിഡലാണോ ക്യാപ്സുലർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഡിപ്രസ് ചെയ്യുന്ന ആരൊക്കെയാണ് ക്യാപ്സുലർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും അതുപോലെ തന്നെ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ക്യാപ്സുലർ എന്താ പറഞ്ഞാൽ പുറത്ത് ചാടിയവർ പിന്നെ പുറത്തേക്ക് വരുന്നവരെ തടയുന്നത്. ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറോ ബ്ലഡിനുള്ളിലുള്ള ആൽബുമിൻ കൊടുക്കുന്നത്. ഇത് രണ്ടും ഡിപ്രസ് ചെയ്യും. ഇനി അതൊന്ന് കണക്കൂട്ടി നോക്കിയേ. ഇത് നെഗ്ലിജിബിൾ ആക്കാനല്ല പറഞ്ഞത് TCOP 55 + 0 മൈനസ് 15 + 30 ബാക്കി എത്ര വന്നു 10 mmHg. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് നടക്കും ഫിൽട്രേഷൻ നടക്കും. പോസിറ്റീവ് അല്ലേ ഫിൽട്രേഷൻ നടക്കും. അപ്പോൾ ഈ 10 mmHg ആണ് എന്ത് ചെയ്യുന്നത് ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രഷർ. അതാണ് എന്ത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ. ഓക്കെ. ഇനി അടുത്തുള്ള സാധനം ആണ് ഈ GFR എന്ന് പറയുന്നത്. GFR ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ. നെറ്റ് ഫിൽട്രേഷൻ പ്രഷറിനെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും GFR കിട്ടും. ആ കോൺസ്റ്റൻറ്റ് വിളിച്ച പേരെന്താ അൾട്രാ ഫിൽട്രേഷൻ കോഎഫിഷ്യൻറ്റ് അഥവാ KF. ഓക്കെ. ഇനി KFനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്നറിയോ. KF ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രിൻസിക് പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ കാപ്പിലറി ആൻഡ് ഗ്ലോമറുലാർ സർഫസ് ഏരിയ. റഫലി പറയുമ്പം KF ഈസ് ഈക്വൽ ടു പെർമിയബിലിറ്റി ഇൻറ്റു സർഫസ് ഏരിയ. അത്ര മതി. പെർമിയബിലിറ്റി നമുക്കറിയാലോ ഇൻട്രിൻസിക് പെർമിയബിലിറ്റി അങ്ങനെയൊന്നും പറയണ്ട. ഇത് പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രിൻസിക് പെർമിയബിലിറ്റി ഓഫ് ഗ്ലോമറുലാർ കാപ്പിലറി ആൻഡ് ഗ്ലോമറുലാർ സർഫസ് ഏരിയ. അവർ 2 പ്രൊഡക്റ്റ്. അത് KF ഈസ് ഈക്വൽ ടു പെർമിയബിലിറ്റി ഇൻറ്റു സർഫസ് ഏരിയ. പെർമിയബിലിറ്റി എത്രയാണോ അതിനോട് സർഫസ് ഏരിയ പ്രൊഡക്റ്റ് എടുത്താൽ അതാണ് എന്ത് KF. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക പെർമിയബിലിറ്റി കൂടി എന്ത് കൂടും KF കൂടും. KF കൂടി എന്തും കൂടിക്കോളും GFR കൂടും. GFR ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു KF അല്ലേ. അപ്പം പെർമിയബിലിറ്റി കൂടിയ KF കൂടും. KF കൂടിയ GFR കൂടും. സർഫസ് ഏരിയ കൂടിയ KF കൂടും. KF കൂടിയ GFR കൂടും. ഓക്കെ. അപ്പം KF കൂടിയ എന്ത് കൂടും GFR കൂടും. ചില ഡ്രഗ്സും സം ഡ്രഗ്സ് ആൻഡ് ഹോർമോൺ എന്ത് ചെയ്യും ഡയലേറ്റ് ദ ഗ്ലോമറുലാർ ആർട്ടീരിയ. ഡയലേഷൻ നടക്കുമ്പോൾ എന്തുമായിരിക്കും KF കൂടും. സർഫസ് ഏരിയ കൂടൂലേ. ചില ഡ്രഗ്സും ചില ഹോർമോൺസും ഡയലേറ്റ് ദ ഗ്ലോമറുലാർ ആർട്ടീരിയോൾ. അപ്പോൾ എന്ത് ചെയ്യും KF കൂടും. ഒരു പോയിന്റ്. ഇനി KF കുറഞ്ഞാൽ എന്ത് പറയും GFR കുറയും. അതേപോലെ ചില ഡ്രഗ്സ് എന്ത് ചെയ്യും കൺട്രാക്ഷൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും ഈ ഗ്ലോമറുലാർ ആർട്ടീരിയോളിലെ എന്ത് ചെയ്യും ഗ്ലോമറുലാർ ആർട്ടീരിയോളിലെ ഏരിയ കുറയും. അപ്പോൾ എന്ത് ചെയ്യും സർഫസ് ഏരിയ കുറഞ്ഞു. സർഫസ് ഏരിയ കുറഞ്ഞെന്നുമ്പോഴേക്കും KF കുറയും. KF കുറഞ്ഞെന്നുമ്പോഴേക്കും GFR കുറയും. ഓക്കെ. അതായിരുന്നു ഒന്നാമത്തെ ഫാക്ടർ അഫക്റ്റിംഗ് GFRനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടർ പറഞ്ഞു. ഒന്നാമത്തേത് നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ പറഞ്ഞില്ലേ. ഇനി അടുത്തത് പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ മെമ്പറൈൻ. അത് കുറച്ചുള്ളൂ. പെർമിയബിലിറ്റി ഓഫ് ഗ്ലോമറുലാർ മെമ്പറൈൻ എന്താ പെർമിയബിലിറ്റി ഓഫ് ദി ഗ്ലോമറുലാർ കാപ്പിലറി എസ് 5. ഞാൻ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു നമ്മുടെ നോർമൽ കാപ്പിലറിയെ പോലെ ഒരു കാപ്പിലറി അല്ല ഗ്ലോമറുലാർ കാപ്പിലറി. അവർക്ക് പെർമിയബിലിറ്റി കൂടുതലാണ് പറഞ്ഞതാ. ഇനി പെർമിയബിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ സൈസും ചാർജും. അതായത് കടക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ
ഇതിപ്പോൾ നമ്മുടെ ഒരു ബാരിയർ ആണല്ലോ, ബാരിയർ കടക്കുക, അതായത് കാപ്പിലറിയിൽ നിന്ന് പുറത്തേക്ക് വരാണല്ലോ, കാപ്പിലറിയിൽ വാൾ കടക്കണം. ആ കാപ്പിലറി വാൾ കടക്കേണ്ട ആളുടെ സൈസും ചാർജും അനുസരിച്ചായിരിക്കും അയാൾ കടക്കോ ഇല്ലെന്ന് തീരുമാനിക്കുക. സൈസ് കൂടിയാൽ എന്താ പോകില്ല, കടന്നു പോകില്ല. ചാർജ് അതനുസരിച്ചായാലും കടക്കൂല. ചാർജ് എന്താ പറയാം. ന്യൂട്രൽ സബ്സ്റ്റൻസ്, ഒരു ചാർജും ഇല്ലാത്ത ന്യൂട്രൽ സബ്സ്റ്റൻസ് വിത്ത് ഡയമീറ്റർ ലെസ് ദാൻ 4 നാനോമീറ്റർ, 4 നാനോമീറ്ററേക്കാളും ചെറുതും ന്യൂട്രലും ആണെങ്കിൽ ഇവൻ ഫ്രീ മൂവ്മെൻറ്റ് നടത്തും. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ സബ്സ്റ്റൻസും വിത്ത് ഡയമീറ്റർ ലെസ് ദാൻ 4 നാനോമീറ്റർ ആണെങ്കിൽ സുഖസുന്ദരമായി ചെക്കൻ കടന്നു പോകും. ഇനി സബ്സ്റ്റൻസ് വിത്ത് 4 മുതൽ 8 നാനോമീറ്റർ വരെ സൈസ് ആണെങ്കിൽ അവൻ പോകണോ വേഗണോ എന്ന് തീരുമാനിക്കുന്നത് എന്തായിരിക്കും, അവൻ്റെ ചാർജ് ആയിരിക്കും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാപ്പിലറി ചുറ്റും ഒരു ഗ്ലൈക്കോ കാലിക്സ് ലെയർ ഉണ്ടെന്നും മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഈ കാപ്പിലറി ചുറ്റും ഗ്ലൈക്കോ കാലിക്സ് ലെയർ ഉണ്ടെന്നും ആ ലെയർ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാപ്പിലറിൻ്റെ നെറ്റ് ചാർജ് എന്താ, നെഗറ്റീവാണ്. അപ്പം ഒരു നെഗറ്റീവായിട്ടുള്ള ആൾ വന്നാൽ കടന്നു പോകുമോ, അതായത് ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ആൾ പുറത്തേക്ക് കടക്കാൻ പോയാൽ നടക്കുമോ, ഇല്ല. ആര് കടക്കും, പോസിറ്റീവ് കടക്കും. നെഗറ്റീവ് കടക്കുമോ, ഇല്ല. അപ്പോൾ 4 to 8 നാനോമീറ്റർ സൈസുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആൾ വന്നാൽ എന്താവും, കടന്നു പോകും. നെഗറ്റീവ് ആൾ വന്നാൽ കടന്നു പോകുമോ, കടന്നു പോകില്ല. ഓക്കെ. ഇനി അപ്പോൾ എങ്ങനെ പറയാം, ദ ഫിൽട്രേഷൻ ഓഫ് കാറ്റയോണിക് ആൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും ആരെക്കാളും, ന്യൂട്രൽ ആയേക്കാൾ ആരെക്കാൾ കൂടുതലായിരിക്കും, ആനോണിക്. ഏറ്റവും കുറവ് ഫിൽട്രേഷൻ കുറവ് ആർക്കായിരിക്കും, ആനോണിക് ആയിരിക്കും. കാരണം എന്താ, കാപ്പിലറിന് ചാർജ് എന്താ, നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വന്നാൽ ട്രിപ്പിൾ ചെയ്യും, പോസിറ്റീവ് വന്നാൽ വലിച്ച് പുറത്തേക്ക് തള്ളും, അട്രാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് ഈ കാറ്റയോണിക്, അതായത് പോസിറ്റീവ് ചാർജിനെ, അതായത് നെഗറ്റീവ് ചാർജ് കിട്ടാൻ കാരണം, നമ്മുടെ ഈ കാപ്പിലറി വാളിന് നെഗറ്റീവ് ചാർജ് കിട്ടാൻ കാരണം ഇറ്റ് കണ്ടെയ്ൻ സാൽ പ്രോട്ടീൻ വിച്ച് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോ കാലിക്സ് ലെയർ പറഞ്ഞാലും മതി. ഇനി ഒരു ക്ലിനിക്കൽ കോറിലേഷനാണ്. ആൽബുമിൻ്റെ സൈസ് എത്രയാണ്, 7 നാനോമീറ്ററാണ്. നമ്മൾ പറഞ്ഞു 4 to 8 നാനോമീറ്റർ ആണെങ്കിൽ അയാളുടെ ചാർജ് അനുസരിച്ച് അയാൾ കടന്നു പോകുന്നു. ആൽബുമിൻ എന്താ, 7 നാനോമീറ്ററാണ്. പക്ഷേ അവൻ കടന്നു പോകില്ല. കാരണം എന്താ, നെഗറ്റീവ് ചാർജാണ്. നമ്മുടെ എന്താ പറയുക, കാപ്പിലറി വാൾ എത്രയാണ്, നെഗറ്റീവ് ചാർജ് അല്ലേ. ആൽബുമിനും നെഗറ്റീവാണ്, കടന്നു പോകും, ഇല്ല. ഇനി അതുകൊണ്ടാണ് നോർമൽ യൂറിൽ നമ്മൾ എന്ത് കാണാത്ത, ആൽബുമിനെ കാണാത്ത. ചില കേസിൽ ഡാമേജ് ടു ഗ്ലോമറുലർ മെമ്പറിന് എന്തെങ്കിലും, ഈ പറഞ്ഞ ഫിൽട്രേഷൻ മെമ്പറിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഏതൊക്കെ കേസിൽ, ഗ്ലോമറുലർ നെഫ്രൈറ്റിസിലും നെഫ്രോട്ടിക് സിൻഡ്രോമിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്ലോമറുലർ മെമ്പറിന് നെഗറ്റീവ് ചാർജ് എന്താവും, അത് കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുമ്പോഴേക്കും ആൽബുമിൻ സുഖസുന്ദരമായിട്ട് കടന്നു പോകും. അപ്പോൾ എന്തുമ്പോഴേക്കും യൂറിനിൽ ആരുണ്ടാവും, ആൽബുമിൻ ഉണ്ടാവും. അപ്പോൾ എന്തായി, ആൽബുമിൻ യൂറിയ അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിയ. വേറൊരു കാര്യം, പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നുണ്ട്, അതേപോലെ പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പം സിന്തസിസ് ഓഫ് ആൽബുമിൻ എന്താവുക, ഇപ്പം എക്സ്ക്രീഷൻ കൂടി സിന്തസിസ് കുറഞ്ഞു. സിന്തസിസ് ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടേണ്ട ആൽബുമിൻ കിട്ടുന്നില്ല. മുക്കാലും എന്തായി പോവാണ്, പുറത്തേക്ക് പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രോട്ടീൻ്റെ അളവ് ശരീരത്തിൽ കുറയും. അതെന്താ, ഹൈപ്പോ പ്രോട്ടീനിമിയ. ഓക്കെ. അപ്പം ബ്ലഡിൽ എന്തായി, പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു. ബ്ലഡിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. നമ്മൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെ കാപ്പിലറീസ് വരുന്നു. ഈ കാപ്പിലറീസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലോമറുലാർ കാപ്പിലറി ഓസ്മോട്ടിക് പ്രഷർ. ഇവിടെയുള്ള ഈ കാപ്പിലറീസിൽ വരുന്ന പ്രോട്ടീൻസിൻ്റെ അളവ് കുറഞ്ഞേ അവിടെ ഈ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുന്ന ആരാ, പ്രോട്ടീൻസിൻ്റെ അളവ് കുറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കുറയും. അപ്പം ബ്ലഡ് കാപ്പിലറി ഓസ്മോട്ടിക് പ്രഷർ കുറയും. അപ്പം ഇവൻ എന്താ ചെയ്യുന്നത്, ഈ ബ്ലഡ് കാപ്പിലറി ഓസ്മോട്ടിക് പ്രഷർ എന്താ ചെയ്യുക, പുറത്തുള്ള ലിക്വിഡിനെ ഉള്ളിലേക്ക് വലിക്കുക ചെയ്യുക, അതായത് ഫിൽട്രേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആ ഇൻഹിബിഷൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ GFR വല്ലാണ്ട് കയറും അല്ലേ. ഇപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുടെ അളവ് വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യുമ്പോൾ കൂടുതലല്ലോ. അപ്പോൾ GFR വല്ലാണ്ട് കയറി എന്തുമ്പോഴേക്കും നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ നല്ലോണം കയറും. അപ്പോൾ GFR കൂടും. ഈ GFR കൂടി എന്തുമ്പോഴേക്കും ബ്ലഡിൻ്റെ വോളിയം കുറയോ. GFRൻ്റെ ഒരു മിനിമം ലെവലുണ്ട്, വല്ലാതെ കയറി കഴിഞ്ഞാൽ ബ്ലഡ് മൊത്തം വലിച്ചു കളയുക. അപ്പം ഡിക്രീസ്ഡ് ബ്ലഡിൻ്റെ വോളിയം എന്താവും, കുറയും. അതെന്തുമ്പോഴേക്കും ഇൻറ്റർസ്റ്റിഷ്യൽ എഡിമ ഉണ്ടാക്കും. ബ്ലഡിൻ്റെ അളവ് വല്ലാതെ കുറയും, ഇൻറ്റർസ്റ്റിഷ്യൽ എഡിമ ഉണ്ടാക്കും. ഇനി അതുകൊണ്ടാണ് നെഫ്രോട്ടിക് സിൻഡ്രോമിൽ എന്തുണ്ടാകുന്നത്, എഡിമ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു കൺസെപ്റ്റ് കത്തിയും. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞായിരുന്നു സർഫസ് ഏരിയ ഓഫ് ദി ഫിൽട്രേഷൻ മെമ്പറൈൻ. സർഫസ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻജിയോടെൻസിനോജൻ 2 റാസ് മെക്കാനിസിൽ വരുന്ന ഇവൻ എന്താകും, മീസാഞ്ചൽ സെല്ലിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ബ്ലഡ് കാപ്പിലറിന് ഇടയിൽ വരുന്ന ആ കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഉള്ള സെല്ലാണ് മീസാഞ്ചൽ സെൽ. ഇവനെ പോയി ആക്ട് ചെയ്യും. ഇവൻ എന്ത് സംഭവിക്കും, കൺട്രാക്ഷൻ ഓഫ് കാപ്പിലറി കൺട്രാക്ഷൻ നമ്മൾ സർഫസ് ഏരിയ എന്താവും, കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഫിൽട്രേഷൻ കുറയും, GFR കുറയും. കഴിഞ്ഞു. ഇനി ഏജ് 30 വയസ്സിന് ശേഷം
ഇത് സിമ്പിളാണ്. 30 വയസ്സിന് ശേഷം ഈ പറഞ്ഞ GFRൻ്റെ അളവ് ഗ്രാജുവലി കുറയും. പക്ഷേ അത് എന്തിന് ബുദ്ധിമുട്ടാക്കില്ല, കിഡ്നിയുടെ എക്സ്ക്രീറ്ററി ഫംഗ്ഷനൊന്നും ബാധിക്കില്ല. ഇത്രയേ ഉള്ളൂ GFR. താങ്ക് യു.